ലൈംഗികാരോപണ വിധേയനായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നുവെന്ന് UDF പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം. ജനങ്ങൾക്കിടയിൽ രാഹുൽ വിഷയം ചർച്ചയായിട്ടില്ലെന്നും വോട്ടർമാരെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോയെന്ന് UDF തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് പാലക്കാട് സംഭവിച്ചത് എന്നുള്ളത് പ്രാസംഗികന്മാരാണ് പേരിക്കുന്നവരൊക്കെ ആരും ചോദിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അത് ചോദിക്കാൻ കേൾപ്പാർക്കും ഇല്ല. കാരണം അല്ല, ജനങ്ങളെ നമ്മൾ മാനിക്കും. ജനങ്ങളതാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. നാഥനില്ലാത്തൊരവസ്ഥ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അതാ ഞാൻ പറഞ്ഞത്, പരിഹരിക്കപ്പെടും. നാഥനുണ്ടാവും. MLA ഇല്ലാത്തൊരവസ്ഥ, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഉപകാരത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. വരും അതിലെന്താ സംശയം? വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. പക്ഷേ UDFന്റെ ജില്ലാ ചെയർമാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. എന്താണ് കോൺഗ്രസിൽ പാലക്കാട് UDFൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന ആരോപണ വിഷയങ്ങളൊക്കെ ഉയർന്നതിന് ശേഷം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ പാലക്കാട്ടേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പാലക്കാട് ഒരു MLA ഇല്ലാത്ത മണ്ഡലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആരെ സമീപിക്കണമെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ UDFന്റെ ജില്ലാ ചെയർമാനായ മരക്കാർ മാരായമംഗലം അദ്ദേഹം രാഹുൽ ഉടൻ വരുമെന്നും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യക്ഷത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, രാഹുലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ UDFന്റെ ജില്ലാ ചെയർമാനും അതുപോലെ തന്നെ ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനുമായ മരക്കാർ മാരായമംഗലം അദ്ദേഹം രാഹുൽ എന്തായാലും വരും, രാഹുൽ ഇപ്പോൾ ഉള്ള ഈ പാലക്കാടിൻ്റെ നാഥനില്ലാത്ത അവസ്ഥ അത് ഉടൻ പരിഹരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ജനങ്ങളെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല, ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ചർച്ചയൊന്നുമല്ല എന്നുൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. പൊതുവെ പാലക്കാട്ടെ വോട്ടർമാർക്കിടയിൽ ഇത് വലിയ ചർച്ചയാണെന്ന് മാത്രമല്ല, ഈ നാഥനില്ലാതെ ഈ മണ്ഡലം ഇങ്ങനെ തുടരുന്നതിൽ വലിയ അതൃപ്തി വോട്ടർമാർക്കുണ്ട് എന്നിരിക്കെ UDFന്റെ ജില്ലാ ചെയർമാൻ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ MLA ഇല്ലാത്ത ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നുൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്ന് തന്നെ UDF നേതാക്കൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് ജില്ലയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തുന്നുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അന്ന് ആ കൂടിക്കാഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഷാഫി പറമ്പിൽ പക്ഷം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഏതായാലും UDFന്റെ ജില്ലാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളും അതിന് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മരക്കാർ മാരായമംഗലത്തിന്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്, ചേർത്ത് പിടിക്കുകയാണ് ജില്ലയിലെ UDF നേതൃത്വം.